ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 6 ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പറും ഞാൻ ഈ ഡിസ്കൗണ്ടിൻ്റെ ചാർട്ടിൻ്റെ ഒപ്പം ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ പുതിയ വ്യൂവേഴ്സ്, പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ദയവായി ഇതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഒരുപാട് പേര് ചോദിച്ചിരുന്നു കുറച്ച് ദിവസമായിട്ട് ഡിസ്കൗണ്ട് ആയില്ലേ ആ ഒരു ബേസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഡിസ്കൗണ്ട് ഈ മാസം കുറച്ച് ലേറ്റായി പോയി തുടങ്ങാനായിട്ട്, കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പറും ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഗ്രേറ്റ് ഗുഡ് ന്യൂസ് ഫോർ യു. ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങളുടെ മൗനം ഈ വ്യക്തിക്ക് ശിക്ഷയാകുന്നു. നിങ്ങളുടെ ആത്മാർത്ഥതയുള്ള സ്നേഹം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. നല്ല അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു 8 കാർഡ്സ് എടുത്തിട്ടുണ്ട്. അവസാനം ഒരു ലവ് മെസ്സേജസും പിന്നെ കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ മിണ്ടാതെ ഇരിക്കുന്നത് കൊണ്ട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ, അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നാണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ വ്യക്തിയോട് മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എനർജി എന്താണ്, മാനസികാവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ. ഓക്കെ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ കാർഡാണ്. നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് കാർഡ് വിൽ ബി ഗ്രീവിങ് ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് വി ക്യാൻ സീ ഹിയർ ഒരു ബ്ലൂ ബട്ടർഫ്ലൈ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു നീല കളറ് ചിത്രശലഭം, അതിൽ ബ്ലാക്ക് ബോർഡറും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ നിങ്ങൾ ഒരുപാട് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകാം. നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് എന്നാണ് ഇതിനോടകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ഈ ബ്ലൂ ബട്ടർഫ്ലൈ എപ്പോഴും സൂചിപ്പിക്കുന്നത് സൗന്ദര്യത്തെയും അട്രാക്ഷനെയും മാനസികപരമായിട്ടുള്ള ബന്ധത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലൂ ബട്ടർഫ്ലൈ അതിമനോഹരമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഈ പേഴ്സൺ നിങ്ങളുടെ പുറമേ ഉള്ള സൗന്ദര്യവും അകമേയുള്ള സൗന്ദര്യവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഈ വ്യക്തിയുടെ നേർക്ക് മിണ്ടാതിരിക്കുന്നുണ്ട് അല്ലേ. ഓഫ് കോഴ്സ് ഈ വ്യക്തി നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാത്തത് കൊണ്ട് തന്നെ, നിങ്ങൾക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഡാം ഷുവർ എന്താണ്, നിങ്ങൾക്ക് മതിയായിട്ടുണ്ടാകാം. കാരണം ഇതിനൊരു ക്ലാരിറ്റി കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാത്തത് കൊണ്ടും നിങ്ങൾക്ക് മതിയായിട്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ പേഴ്സണോട് പണ്ടത്തേതുപോലെ സംസാരിക്കാതിരിക്കുന്നത് തുടങ്ങി. അതായത് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ സംസാരിക്കുന്നത് നിർത്തി, പെട്ടെന്ന് നോ കോണ്ടാക്റ്റിലേക്കായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. എന്ത് തന്നെ ആയാലും നിങ്ങളത് ചെയ്തത് നന്മയാണ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു കാർഡ് നോക്കിയിട്ട് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഇവിടെ എക്സ്പീരിയൻസിങ് ആണ്. കാരണം നിങ്ങൾ എപ്പോഴും ഈ പേഴ്സൻ്റെ പുറകെ പോകുന്ന സമയത്ത്, അതായത് ഈ പേഴ്സൻ്റെ പുറകെ നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ സ്നേഹിക്ക്, എനിക്ക് സ്നേഹം താ, നമുക്ക് രണ്ടുപേർക്കും സ്നേഹിക്കണം, എനിക്ക് പ്രണയിക്കണം, എനിക്ക് സ്നേഹം വേണം, പ്രൊട്ടക്ഷൻ വേണം, കെയറിങ് വേണം. ഇങ്ങനെ നിങ്ങൾ ഈ പേഴ്സൻ്റെ പുറകെ ഇങ്ങനെ ഒരു യാചിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പേഴ്സണ് ഒരിക്കലും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ പുറകെ നടക്കുന്ന പരിപാടി നിർത്തി. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സൻ്റെ പുറകെ നടക്കുകയും അല്ലെങ്കിൽ യാചിക്കുകയും റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ പരിപാടി നിങ്ങൾ നിർത്തി.
സോ നിർത്തിയപ്പോൾ ഈ വ്യക്തിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തി സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഗ്രീവിങ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ കരയുന്നുണ്ട്, അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ കരയുന്നുണ്ട്. ഈ പേഴ്സണ് മടുപ്പ് വരുന്നുണ്ട്. മനസ്സ് ആകെ ഇരുട്ടിലായി പോയിട്ടുള്ള സാഹചര്യത്തിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് തന്നെ ഈ ഒരു കാർഡിന്റെ എനർജി തന്നെ കണ്ടാൽ മനസ്സിലാകും. മൊത്തം ഒരു ഇരുട്ട് മുറിയാണ്, ചെറിയൊരു പ്രകാശമൊക്കെ വരുന്നുണ്ട്, പക്ഷെ എന്നാലും അത് അത്രയും സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, വളരെ വിഷമിച്ച് ഒടിഞ്ഞു കുത്തിയൊക്കെ ഇരിക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭയങ്കര ഇങ്ങനെ ഒട്ടും ഉണർവില്ലാത്ത രീതിയിലൊക്കെ ഇരിക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിൽ. അതായത് നിങ്ങൾ എന്ന് പറയുന്നത് വിളക്കാണ്. അപ്പൊ നിങ്ങൾ ഈ പേഴ്സണെ വിട്ടു പോയപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇരുട്ടിലായി പോയി എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആകുന്നുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളായിരിക്കാം, എന്തെങ്കിലും പഠിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തായിരിക്കാം, മറ്റുള്ളവരായിട്ട് എൻജോയ് ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷേ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ പേഴ്സൺ എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആയിരുന്നു. എല്ലാ കാര്യത്തിലും ഈ പേഴ്സൺ ഇടപെടും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് തോന്നിക്കുന്നത്. ഒന്നിനോടും ഒരു ഉഷാറില്ല, ഉണർവില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഇല്ലാണ്ടായപ്പോഴാണ് എന്താണ് അവിടെ ഒരു പോരായ്മ, അല്ലെങ്കിൽ ആ ഒരു പോരായ്മ, ആ ഒരു ഇല്ലായ്മയിൽ ഈ വ്യക്തിക്ക് എന്ത് അവിടെ ഫില്ല് ചെയ്യാൻ നോക്കിയിട്ടും എന്താണ് അവിടെ ഫില്ലാകുന്നില്ല. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചിരുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് മെസ്സേജ് ചെയ്തിരുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ കോള് വരുന്ന സമയമൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അത് മിസ്സിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നും ഒന്നും ഈ വ്യക്തിക്ക് എന്താണ് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷം കിട്ടുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ കരയുന്നുണ്ട്. അതായത് മനസ്സിൽ വന്നിരിക്കുന്ന ഭാരം. ഇപ്പോൾ ചില വ്യക്തികൾ അങ്ങനെയാണ്, നന്നായിട്ട് കരയുമ്പോഴാണ് അവർക്ക് സമാധാനം വരുന്നത് അല്ലേ. അപ്പൊ കണ്ണീരാകുന്നുണ്ട്, കണ്ണീരിലൂടെയാണ് ഈ പേഴ്സൺ അത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഗ്രേറ്റ് ലോസ് തന്നെയാണ്, ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയായിട്ടാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു കാർഡിലൂടെ വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഈ വ്യക്തിക്ക് സങ്കടം തന്നെയാണുള്ളത്. ഒരുപക്ഷെ അത് നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കണം എന്നില്ല, പക്ഷെ ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്തും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് തന്നെ കരഞ്ഞു തീർക്കുന്നതും ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ എന്താണ് ഈ വ്യക്തിയെ തടഞ്ഞു നിർത്തുന്നത്, നമുക്കത് നോക്കാം. എന്താണ് ഈ പേഴ്സണെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങളിലേക്ക്? ഫിനാൻഷ്യൽ ഹെൽത്ത് ആണ് കാണിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ വളരെയധികം പുഷ്ടിയോടുകൂടി നിൽക്കുന്ന ഒരു മരത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ അടിത്തറ ശരിയല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് മുഴുവനായിട്ട് നശിഞ്ഞു പോകും അല്ലേ. ഇപ്പൊ നമ്മളൊരു കെട്ടിടം പണിയുന്നു, അതിൻ്റെ അടിത്തറ ശരിയല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും അല്ലേ. അതുപോലെ തന്നെയാണ് ഈ വ്യക്തി അൺവാണ്ടഡ് ആയിട്ടുള്ള, അതായത് ചില എടുത്തുചാട്ടങ്ങൾ ചെയ്തു പോയി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഈ എടുത്തുചാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സംതിങ് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിശ്വസിച്ചിട്ട് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ എന്തൊക്കെയോ കുറേ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ എടുത്തുചാട്ടം ചെയ്തു പോയി. അത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് മനക്കോട്ടകൾ കെട്ടി എന്തൊക്കെയോ സംതിങ് ഉള്ള സേവിങ്സും കൂടിയൊക്കെ പോയതായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ പക്വതക്കുറവ്, അല്ലെങ്കിൽ അധികം ചിന്തിച്ചില്ല, ഒരുപക്ഷെ ഈ വ്യക്തി അത്തരം കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആയപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഒരു വാണിങ്ങോട് കൂടി ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം, പൈസയാണ് നോക്കിയും കണ്ടൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പൊക്കെ ഒരു പരിധിവരെ നല്ലതാണ്, ഓവറാകാൻ പാടില്ല എന്നിങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ഈ പേഴ്സണെ നല്ല രീതിയിൽ എന്താണ് ഒരു വാണിംഗ് കൊടുത്തതായിട്ട്, അതായത് ഒരു ഉപദേശം കൊടുത്തതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഈ പേഴ്സൺ വിചാരിച്ചത് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് ശരിയാകാം,
അല്ലെങ്കിൽ വലിയൊരു ലെവലിലേക്കൊക്കെ പോകാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ അതെല്ലാം പാളിപ്പോയി. അതെല്ലാം തുടക്കത്തിൽ തന്നെ അതെല്ലാം പാഴായി പോയി എന്ന് തന്നെയാണ് കാണിക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് ആരോടൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്കിങ്ങനെ പറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വലിയൊരു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ബ്രേക്കേജസ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ പേഴ്സൺ ആരോടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷെ അതൊരിക്കലും ഈ പേഴ്സണ് താനെ വന്നു പോയതല്ല, ഈ പേഴ്സണായിട്ട് ഒരു കുഴിയിൽ പോയി ചാടിയതാണ്. അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക, അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ടത്തരം തന്നെയാണ്. പക്ഷെ എന്തോ ഒരു കഷ്ടകാലത്തിന് ഈ വ്യക്തിക്ക് അങ്ങനെ വന്നു പോയി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അടുത്ത 1 മന്തിനുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് എടുത്തിരിക്കുന്ന എനർജി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഇസ് ദ തേർഡ് കാർഡ് വി ഗോട്ട്. റീകൺസിലിയേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നത് ഒരു റീകൺസിലിയേഷൻ ആണ്. റീകൺസിലിയേഷൻ എന്ന് പറയുമ്പോൾ റിയൂണിയൻ ആണ്, പൂർണ്ണചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത്, പൗർണമിയാണ്. അപ്പോൾ ഏതെങ്കിലും പൗർണമി ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു റീകൺസിലിയേഷൻ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം ഈ വരുന്ന മെയ് 12-ാം തീയതി പൗർണമിയാണ്. ഒരുപാട് എനർജി വ്യത്യാസങ്ങൾ വരുന്ന ഒരു ദിവസവും കൂടിയാണ്. സോ തീർച്ചയായിട്ടും ഇവിടെ നമുക്കൊരു പൗർണമീനെയാണ് സൂചിപ്പിക്കുന്നത്. ഫുൾ മൂൺ ആണ്. ഫുൾ മൂൺ എന്ന് പറയുന്നത് ഫുൾ മൂൺ എനർജിയാണ്, ഫുൾ ഓൺ പവർ ആണ്. സോ ഇവിടെ നിങ്ങൾക്കൊരു റീകൺസിലിയേഷൻ, ഇപ്പോൾ ഇന്ന് മുതൽ തൊട്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചെയ്യാം. എന്തായാലും ഈ ഒരു കാർഡ് കിട്ടിയത് കൊണ്ടും കൂടിയാണ് ഈ പറയണത്. അപ്പോൾ റീകൺസിലിയേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും നേരിട്ട് കാണാനും ഒക്കെ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ പ്രാധാന്യം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ട്, ഈ വ്യക്തി സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട്, സ്വന്തം അറിവോട് കൂടി, സ്വന്തം തീരുമാനത്തോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു എനർജിയും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെന്റ്സ്, മനോഹരമായിട്ടുള്ള നിമിഷങ്ങളുണ്ടല്ലോ, അതെല്ലാം ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സമയവും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു മാസം, ഒരു മാസത്തെ എനർജിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ള എനർജിയിലാണ് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും റീകൺസിലിയേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും വി ക്യാൻ സേ ദാറ്റ് എന്താണ്, ഇവിടെ ഒരു റീകൺസിലിയേഷന് നല്ല രീതിയിലുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ തൊട്ട് തന്നെ എന്തെങ്കിലും പ്രാർത്ഥിച്ചു തുടങ്ങണം. എന്തെങ്കിലും എന്ന് പറയുമ്പോൾ ഈ റീകൺസിലിയേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അഫർമേഷൻസോ സ്പെൽ വർക്കോ മന്ത്രങ്ങളോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഭയങ്കര മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ദിവസവും ചെയ്യാനായിട്ട് മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് തുടങ്ങിയിട്ട് മെയ് 12-ാം തീയതി വരെ, മെയ് 12-ാം തീയതിയാണ് പൗർണമി. സോ അന്ന് വരെയും യു ക്യാൻ ഡു ദിസ് പ്രെയർ ടു ഗെറ്റ് റീകൺസിലിയേഷൻ വിത്തിൻ 1 മന്ത്. ഓക്കെ, ഒരു മാസത്തിനുള്ളിലൊക്കെ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് മെയ് 12-ാം തീയതി വരെയും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഭൂരിഭാഗം ആൾക്കാർക്കും റീകൺസിലിയേഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പറയണത്. സാധാരണ ഇങ്ങനത്തെ എനർജിയിൽ നമുക്ക് വളരെ കുറവേ ഇങ്ങനത്തെ കാർഡ്സ് കിട്ടാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് റിയൂണിയൻ, നിങ്ങളായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും അത് നമുക്ക് നിസ്സാരമാക്കി കളയാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി നിങ്ങളിൽ ഏത് എനർജീസ് ആണ് സ്പെഷ്യലായിട്ട് വരുന്നത്? ഓക്കെ, നിങ്ങളുടെ ഏത് എനർജീസ് ആണ് സ്പെഷ്യലായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സൈക്കിക് എബിലിറ്റീസ് ആണ്. സൈക്കിക് എബിലിറ്റീസ് ആൻഡ് ഓൾസോ വി ഗോട്ട് ദ തേർഡ് ഐ ഉള്ളൊരു സ്ത്രീയെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ ഷീ ഈസ് വെരി ഇൻ്റലിജൻറ്റ്, ഇൻ്റലക്ച്വൽ ആൻഡ് എന്താ പറയുക, ഒരു സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു. മേ ബി നിങ്ങൾ കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ ആയിരിക്കാം, മേ ബി എന്താ പറയുക എൻജിനീയറിങ് അല്ലെങ്കിൽ IT മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. വളരെയധികം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു.
ഇനിയിപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, സാധാരണയായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും വി ക്യാൻ സേ ദാറ്റ് നിങ്ങൾക്കൊരു സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ട്. അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സ്വപ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സ്വയം തോന്നിക്കും. വളരെയധികം ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആക്കാനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റേതായിട്ടുള്ള അഫർമേഷൻസ്, പ്രയേഴ്സ് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. ബിക്കോസ് നിങ്ങൾ അതിന് പ്രാപ്തരാണ്, നിങ്ങൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾ അതിന് അർഹിക്കപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നുണ്ടാകാം നിങ്ങൾക്ക് കഴിവുകളില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബിഗ് സീറോ ആണ് എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾ വളരെ പവർഫുൾ ആണ്, സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നതും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയോ അല്ലെങ്കിൽ നല്ലത് പറയുകയോ എന്താണെങ്കിലും നിങ്ങളത് അറിയും. നിങ്ങൾക്ക് അവരെ സെൻസ് ചെയ്യാൻ പറ്റും. വെറുതെങ്കിലും അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ വരും. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടാകാം, ശത്രുക്കൾ ഉണ്ടാകാം, റിവേഴ്സ് എനർജി ഉണ്ടാകാം, എക്സെട്ര എക്സെട്ര. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾക്കത് തിരിച്ചറിയാനായിട്ട് പറ്റും. നമുക്ക് ഈ കണ്ണ് തന്നെ അറിയാം, വെരി പവർഫുൾ ആയിട്ടുള്ളൊരു ഐബോൾസ് ആണ്. അറ്റ് ദ സെയിം ടൈം ദിസ് തേർഡ് ഐ, അതിൽ നിന്നും വലിയൊരു ലൈറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്താ പറയുക, കംപ്ലീറ്റ്ലി ഒരു പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു. മേ ബി നിങ്ങൾ സ്കോർപിയോ ആയിരിക്കാം, സ്കോർപിയോ, അക്യൂറിയസ്, അതുപോലെ തന്നെ പൈസസ്, ഈ ഒരു എനർജിയൊക്കെ നമുക്ക് വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും സൈക്കിക് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ പേഴ്സണൽ എനർജിയിൽ ഗ്രേറ്റ് ഷിഫ്റ്റ് ആണ് സംഭവിക്കാൻ പോകുന്നത്. വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക്, വലിയൊരു ഗ്രേറ്റ് ഷിഫ്റ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് പോലും നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വന്നിട്ടുണ്ടാകാം. അതൊക്കെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജിക്ക്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, തേർഡ് ഐ ചക്ര, ഇതിലെല്ലാം നിങ്ങളെ തേടി വരാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് എനർജിയിലേക്ക് പോകാം. ഫിഫ്ത്ത് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ലവിൽ, നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഈ വ്യക്തി എന്താ പറയുക, നിങ്ങളുടെ പ്രണയം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടോ? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പ്രണയം ഈ വ്യക്തി എന്നെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നിങ്ങൾക്കാണെങ്കിലും എപ്പോഴും ഡൗട്ട് വരുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും. എന്താണ് നിങ്ങളുടെ സ്നേഹം എന്തെങ്കിലും ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ എനർജി. ഫൈൻഡിങ് ആണ്. ഓക്കെ, ഇവിടെ നോക്കൂ, എഗെയിൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് ബ്ലൂ ബട്ടർഫ്ലൈ ആൻഡ് ബ്രൗൺ ബട്ടർഫ്ലൈ ആണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബ്ലൂ ബട്ടർഫ്ലൈ ആൻഡ് ബ്രൗൺ ബട്ടർഫ്ലൈ. ബ്ലൂ ബട്ടർഫ്ലൈ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു ഇന്നത്തെ ഈ റീഡിങ്ങിൽ. എന്താണെന്ന് അറിയില്ല, കാർഡ്സ് അത് കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഒരു എനർജിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ ബട്ടർഫ്ലൈ, ബ്രൗൺ ബട്ടർഫ്ലൈ. എനിക്കൊണ്ട് ബ്രൗണിനേക്കാൾ കൂടുതൽ ബ്ലൂ ആണ്. അത് ഡാർക്ക് ബ്ലൂ ആകാം, ലൈറ്റ് ബ്ലൂ ആകാം, നേവി ബ്ലൂ ആകാം. ഏത് ബ്ലൂ ആണെങ്കിൽ പോലും ഒരു ബ്ലൂ ബട്ടർഫ്ലൈൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് മേ ബി നിങ്ങൾ റാൻഡം ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ നേരിട്ടായിരിക്കാം, ടി വി, മൊബൈൽ, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ഓക്കെ, ഇവിടെ ഈ പേഴ്സൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ ഹെൽപ്പ് ചോദിക്കുന്നതായിട്ട് കാണിക്കുന്നു. കാരണം നിങ്ങളുടെ സ്നേഹം തീർച്ചയായിട്ടും ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തി അത് മനസ്സിലാക്കിയിരുന്നില്ല. അതങ്ങനെയാണല്ലോ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളാണ് ഈ പേഴ്സൻ്റെ പങ്കാളി, അല്ലെങ്കിൽ നിങ്ങളാണ് ഈ പേഴ്സൻ്റെ പാർട്ട്ണർ ആകാൻ പോകുന്നത്. നിങ്ങളാണ് റിയൽ ലവ്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. അത് ട്വിൻ ഫ്ലെയിം ആയിക്കോട്ടെ, സോൾമേറ്റ് ആയിക്കോട്ടെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിക്കോട്ടെ, ഡിവൈൻ കണക്ഷൻ ആയിക്കോട്ടെ, എന്താണെങ്കിൽ പോലും നിങ്ങളാണ് ഈ പേഴ്സൻ്റെ പാർട്ട്ണർ. ദിസ് കുഡ് ബി ദ വൺ എന്ന് ഈ പേഴ്സന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം നിങ്ങൾ ഈ പേഴ്സൻ്റെ പുറകെ
നടക്കുന്നത് കൊണ്ട് തന്നെ, സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിച്ച് പുറകെ നടക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആത്മാർത്ഥ സ്നേഹം ഒരാളിലും ഈ വ്യക്തിക്ക് കാണാൻ പറ്റുന്നില്ല. ചിലപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഈ പേഴ്സൺ ആത്മാർത്ഥ സ്നേഹം ആരിലും കാണാൻ പറ്റുന്നില്ല. മേ ബി ഈ വ്യക്തിയുടെ വീട്ടിലുള്ള ആൾക്കാരിൽ പോലും. ഓക്കെ, എല്ലാവരും അവസരവാദികളാണ്. എല്ലാവർക്കും അവസരം, അവരവരുടെ കാര്യം ശരിയാകണം, അവരവരുടെ കാര്യം മര്യാദക്ക് വരണം, അങ്ങനെ ഒരു ചിന്ത മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരുടെയും സ്വന്തമാകരുത്, നിങ്ങൾ ആരെയും കല്യാണം കഴിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയും ലൈഫിലേക്ക് പോകരുത്, ആരും നിങ്ങളിലേക്കും അടുക്കരുത്, ആരും നിങ്ങളെ പ്രപ്പോസ് ചെയ്യരുത്, അല്ലെങ്കിൽ ആരും നിങ്ങളിലേക്ക് അടുക്കരുത്. ആ ഒരു രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ ഫൈൻഡിങ് ആണ്. ഫൈൻഡിങ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അന്വേഷണം, കണ്ടുപിടുത്തം, ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദ ഫേസ് ഓഫ് ദിസ് ലേഡി. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഹാപ്പി. സന്തോഷത്തോടു കൂടിയാണ് ആൾ നിൽക്കുന്നത്. കാരണം ആ കൈ പിടിച്ചിരിക്കുന്നത് നോക്കൂ, രണ്ട് കൈയും ഇങ്ങനെ ക്രോസ് വേർഡിലാണ് പിടിച്ചിരിക്കുന്നത്, രണ്ട് കൈയും ഇങ്ങനെ ക്രോസ് വേർഡിൽ. ദാറ്റ് മീൻസ് ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അതെനിക്ക് കിട്ടി, ഞാൻ ഇത്രയും കാലം തിരഞ്ഞോണ്ടിരുന്നത് എന്താണോ അതെനിക്ക് കിട്ടി, ആ ഒരു ഇതിലാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. എന്നു മുതൽ തൊട്ടാണ്? നിങ്ങൾ മിണ്ടാതായപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണോട് ഗുഡ് ബൈ പറഞ്ഞ് ശരി എന്നാ ഞാൻ പോണ്, എനിക്ക് മതിയായി, ഞാൻ തോറ്റു, നിങ്ങൾ ജയിച്ചു, നിങ്ങൾ നന്നായിട്ട് ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴാണോ പടിയിറങ്ങിപ്പോയത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ദീസ് പേഴ്സൺ എന്താണ് അത് തിരിച്ചറിയാൻ തുടങ്ങി എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇനി യൂണിവേഴ്സൽ ലവ് മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. റൊമാൻസ് ഏഞ്ചൽസ് അല്ലെങ്കിൽ റൊമാൻസ് ആയിട്ടുള്ള എനർജീസിൽ നിന്നും എന്താണ് നമുക്ക് വരുന്നത്? സർപ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത്. റൊമാൻറ്റിക് സർപ്രൈസസ് ആർ ഓൺ ദ ഹൊറിസോൺ, ബി ഓപ്പൺ ടു ദം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തേടി ഒരു സർപ്രൈസ് വരുന്നുണ്ട്. ഈ സർപ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അല്ലേ, സർപ്രൈസ് ആണ്. അതിപ്പോൾ എന്താ പറയുക, സർപ്രൈസിൻ്റെ ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ചില വാക്ക് എനിക്ക് മലയാളം കിട്ടൂല, ചിലതിൻ്റെ ഇംഗ്ലീഷും കിട്ടൂല. ഒരു ആശ്ചര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണിക്കുന്നത്. റൊമാൻറ്റിക് സർപ്രൈസസ് ആർ ഓൺ ദ വേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് സർപ്രൈസസ് നിങ്ങളെ തേടി വരുന്നുണ്ട്, നിങ്ങൾ അതിന് റെഡിയായി ഇരുന്നോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിവേഴ്സൽ ലവ് മെസ്സേജസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. അത് സൂപ്പറായിട്ട് നിങ്ങൾക്കത് മേടിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ ഇന്ന് മുതൽ തൊട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങണം ടിൽ പൗർണമി വരെ. ഓക്കെ, അതിന് ഡെഡിക്കേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ റിസൾട്ട് ഉള്ളൂ കേട്ടോ. പിന്നെ അല്ലാത്തവർക്ക് ജസ്റ്റ് ഈ റീഡിങ് കണ്ടാലും മതിയാകും. ചില ആൾക്കാർക്ക്, ഭൂരിഭാഗം പേർക്ക് അങ്ങനെ റീകൺസിലിയേഷൻ വരുന്നുണ്ട്, ജസ്റ്റ് ഈ റീഡിങ് കണ്ടുകൊണ്ട് മാത്രം. അത് ഞാൻ കറക്റ്റ് പറയും, റീഡിങ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇത് ഇത്ര പ്രാവശ്യം കാണണം, ഇത് ഇത്ര തവണ കാണണം, നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ പേഴ്സണലി ഒക്കെ നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട് ഇങ്ങനെ ജസ്റ്റ് റീഡിങ് മാത്രം കണ്ടിട്ട് റീകൺസിലേഷൻ സംഭവിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയും ഉണ്ട് കേട്ടോ. എങ്ങനെയായാലും നിങ്ങളുടെ സത്യസന്ധമായ മനസ്സാണ് വേണ്ടത് നമുക്ക് എവിടെയായാലും. ഓക്കെ, ഒരു സത്യസന്ധമായ മനസ്സ്, ഒരു ഡെഡിക്കേഷൻ, വിശ്വാസം, ഇതൊക്കെയാണ് വേണ്ടത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഇതിലാണെങ്കിലും. ഇനി സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. വൈറ്റ് ഈഗിൾ ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഈ തൂവലുകൾ, ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ തൂവലുകൾ ആൻസിസ്റ്റർ സ്പിരിറ്റ് ആണ് കാണിക്കുന്നത്. നിസ്സാര കാര്യമൊന്നുമല്ല. യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ പാരമ്പര്യപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി പരമായിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ, പാരമ്പര്യ ശാപം അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ട് വരുന്ന എന്തെങ്കിലും ഒരു ദോഷം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളെ വിട്ട് പോകാൻ പോകുന്നു. ഓക്കെ, ഫാമിലി വൂണ്ട് ഓർ പാറ്റേൺ ക്യാൻ ബി ഹീൽഡ് നൗ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി പരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു മോശക്കേട് ഉണ്ടെങ്കിൽ അത് ഹീലാകാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഒരു ഗ്രാനിയുടെ ഫേസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഒരു മുത്തശ്ശി. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ മുത്തശ്ശിയുടെയൊക്കെ പോലെ ആയിരിക്കാം കാണാനും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം, അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ പോലെ ആയിരിക്കാം. ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്, പൂർവികരുടെ ഒരു പ്രൊട്ടക്ഷനാണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റുന്നത്.
തൂവലുകളൊക്കെ നിങ്ങളുടെ മേത്ത് വീഴുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ മേത്ത് പതിഞ്ഞിരുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആൻസസ്റ്റേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സൈനും കൂടിയാണ് കാണിക്കുന്നത്. ഇനി അവസാനം നിങ്ങളുടെ പേഴ്സന്റെ ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് നീണ്ടു പോകുന്നു. ഷാഡോ സൈഡാണ്. യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ് ആണ്. അപ്പൊ ഈ വ്യക്തിയുടെ തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം എന്തായി, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തു എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തെറ്റുകൾ പറ്റും, തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. അപ്പൊ ഈ പേഴ്സൺ എന്തൊക്കെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളിലൂടെ ഈ പേഴ്സൺ അത് തിരിച്ചറിഞ്ഞു, നിങ്ങളിലൂടെ ഈ പേഴ്സൺ അത് മനസ്സിലാക്കി എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്കൊരു ക്ലൂസും കൂടിയൊക്കെ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. 24 മണിക്കൂർ കിട്ടിയിട്ടുണ്ട്. യെസ്, ചിലവർക്കൊക്കെ നിയർ ആണ് റീകൺസിലിയേഷൻ, വളരെ പെട്ടെന്ന് തന്നെ കിടക്കുകയാണ്. 24 മണിക്കൂർ, മേ ബി 4 ഇയർ, 4 വർഷം, 4 വർഷത്തെ പ്രണയമാകാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും 4 വയസ്സിന്റെ ഡിഫറൻസസ് ആകാം, അല്ലെങ്കിൽ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആകാം, എന്ത് വേണമെങ്കിലും ആകാം കേട്ടോ. ട്വിൻ ഫ്ലെയിം എനർജി കിട്ടിയിട്ടുണ്ട്. യെസ്, പ്യുവർ കമ്മ്യൂണിക്കേഷൻ, കൃത്യമായിട്ടുള്ള സംസാരം നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. ഫുൾ മൂൺ പ്രയർ, ഓക്കെ, എഗെയിൻ ദ സെയിം. ഇതൊക്കെ റാൻഡം ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മളിത് നേരത്തെ പ്ലാൻ ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, റാൻഡം ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ മൂൺ പ്രയർ, അതാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വരാൻ പോകുന്ന പൗർണമി. യെസ്, 48 ദിവസം സ്പിരിച്വൽ പ്രാക്ടീസസ്, സ്പിരിച്വൽ പ്രേയേഴ്സ് ഒക്കെ ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കുക. പവർഫുൾ ഇൻഡ്യൂഷൻ, യെസ്, നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ തേർഡ് ഐ ചക്ര, അതൊക്കെ ആക്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രീമിങ് ഫാൻറ്റസീസ്, യെസ്, ചിലതൊക്കെ സ്വപ്നങ്ങളിൽ വരും. റണ്ണർ, ഓക്കെ, ചിലപ്പോൾ ഇതിൽ ഒരാൾ ഓടിപ്പോകുന്നുണ്ടാവും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു റണ്ണർ ഇപ്പം നിങ്ങളാണ്. നിങ്ങൾ ഇത്രയും കാലം ചേസറായി, ഈ പേഴ്സന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ തിരിഞ്ഞോടാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ പുറകെ ഈ പേഴ്സൺ ഓടാൻ തുടങ്ങി. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാർ ലൈക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, വലിയ ചിലവൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യൂ പ്ലീസ്. പിന്നെ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് മസ്റ്റായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.